നമസ്കാരം, ഞാൻ ഡോക്ടർ ഇല്ല മേരി ജോബ്സൺ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, തമ്പനയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് പഞ്ചസാരനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ പഞ്ചസാര ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഒരു ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ ഈ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണല്ലോ പഞ്ചസാര ഒക്കെ ഇട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ പഞ്ചസാര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ കരിമ്പ്, ഷുഗർ കെയിൻ, ഈ കരിമ്പ് ജ്യൂസ് ആക്കിയിട്ട് അത് ഫിൽറ്റർ ചെയ്തിട്ട് ഇവാപറേഷൻ ഒക്കെ നടത്തി ക്രിസ്റ്റലേഷൻ ഒക്കെ നടത്തിയിട്ടാണ് നമുക്ക് ഈ അടുക്കളയിൽ കിട്ടുന്ന പഞ്ചസാരയായിട്ട് മാറുന്നത്. ശരിക്കും പറയാച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാരയിൽ മാത്രമല്ല, അതായത് ടേബിൾ ഷുഗറിൽ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന വേറെയും ഭക്ഷണത്തിൽ മധുരമുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പാലായിക്കോട്ടെ, പിന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാത്തിലും ഒരു ചെറിയൊരു അംശം ഷുഗറിൻ്റെ കണ്ടന്റുകളുണ്ട്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ആ ഫുഡിലൊക്കെ ഉള്ളത് ലാക്ടോസ്, ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഷുഗറാണ്. എന്നാൽ ടേബിൾ ഷുഗറിലും അത് സൂക്രോസ് എന്ന് പറയുന്ന ഷുഗറാണ്. ഇപ്പൊ തേനിലാണെങ്കിൽ ഇതിലൊക്കെ നല്ല മധുരമുണ്ട്, പക്ഷേ ഇതിന്റെ കണ്ടന്റുകൾ വ്യത്യാസമുണ്ട്. അതിൽ ഫൈബറും വിറ്റമിൻസും കാര്യങ്ങൾ, അതായത് ശരീരത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അതേസമയം ടേബിൾ ഷുഗറിലാണെങ്കിൽ ജസ്റ്റ് കാലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. കലോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എനർജിക്കുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ഫൈബർ ഇല്ല, അതുപോലെ തന്നെ പ്രോട്ടീൻ ഇല്ല, ഫാറ്റ് ഇല്ല, വിറ്റമിൻസ് ഇല്ല, നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് കലോറീസും മാത്രം. 1 ഗ്രാം ഷുഗർ എടുക്കുകയാണെങ്കിൽ അതിൽ 4 കലോറി അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, നമുക്ക് 1 ഗ്രാം ഷുഗർ എടുത്താലും ഒന്നും ആവില്ല. എത്രത്തോളമാണ് നമ്മൾ ഒരു ദിവസം ഷുഗർ കഴിക്കുന്നത്? പോട്ടെ, ഇനി ഒരു ബർത്ത്ഡേ പ്രോഗ്രാം വന്നു എന്ന് വിചാരിക്കാം. ഒരു കേക്ക് പീസിൽ എത്രത്തോളം ഷുഗർ ഉണ്ട്? നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ, അതായത് നല്ല മധുരമുള്ള നല്ല സോഡ പോലത്തെ ഒക്കെ പാനീയങ്ങൾ, എത്രത്തോളം ഷുഗർ ഉണ്ട്? അപ്പോൾ ശരിക്കും ഒരു ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു കലോറി ഇൻടേക്ക് നടത്തുന്നുണ്ട്. ഇനി ഈ പഞ്ചസാരനെ പറ്റിയിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇത് വെളുത്ത വിഷം എന്നാണ്. കാരണം ശരിക്കും പറയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിനൊക്കെ ഡയറ്റ് ചാർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ എപ്പോഴും പറയും അവോയ്ഡ് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്. ശരിക്കും അതുപോലെ തന്നെ അവോയ്ഡ് ഷുഗറും എന്നും കൂടി എഴുതേണ്ടതാണ്. കാരണം നമ്മൾ ഓരോ ഗ്ലാസ് മദ്യം എടുക്കുമ്പോഴും നമുക്കറിയാം ശരീരത്തിന് കേടാണ്, ഇത് കുടിച്ചുകൂടാ, നിർത്തണം എന്ന്. അതേ സെയിം പോലെ തന്നെയാണ് ഈ പഞ്ചസാരയും. എപ്പോഴും നമുക്കറിയാം പഞ്ചസാര ശരീരത്തിന് നല്ലതല്ല, അത് എടുത്തു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും, അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നിട്ട് നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല, നമ്മൾ കഴിക്കും. അതുകൊണ്ടാണ് ഈ പഞ്ചസാര ഇത്ര വിഷമാണെന്നുള്ളത് നമ്മൾ പറയുന്നത്. ഇനി അതെങ്ങനെയാണ് വിഷമാവണേ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാനൊരു ടാസ്ക് തരാൻ പോവാണ്. അതായത് ഒരു ചെറിയ ഗെയിമായിട്ടാണ് നിങ്ങൾ വിചാരിച്ചോ. ഞാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരും. ആ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സിനാരിയോ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഒരു ക്രൈസിസ് സംഭവിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഞാൻ തരുന്ന 2 ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കിയേ പറ്റൂ. നിർബന്ധമാണ്. നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ചോയ്സ് ആകെ 2 ഉള്ളൂ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഷുഗർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ, ഡെസേർട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ പാനീയങ്ങൾ, നല്ല മധുരമുള്ള പാനീയങ്ങൾ, നല്ല മധുരമുള്ള കാര്യങ്ങൾ, ഭക്ഷണങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ജീവിതകാലം മൊത്തം ഒഴിവാക്കുക. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ. അതായത് ഈവൻ ചായയിൽ പോലും പഞ്ചസാര നിങ്ങൾക്ക് കിട്ടില്ല, മധുരം എന്നുള്ളത് ഒട്ടും തന്നെ നിങ്ങൾക്ക് ഇനി കിട്ടില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ജീവിതകാലം മൊത്തം ഇലവർഗ്ഗങ്ങൾ ഒഴിവാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? അധികം ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഒരു 99% ആൾക്കാരും ഇലവർഗ്ഗങ്ങൾ ഒഴിവാക്കാം എന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അതെന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കും പറയാച്ചാൽ ഈ ഇലവർഗ്ഗങ്ങളിലല്ലേ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ശരിക്കും ഇലവർഗ്ഗങ്ങളിലില്ലേ. അതേസമയം പഞ്ചസാരയിലാണെങ്കിൽ കലോറി മാത്രമേ ഉള്ളൂ, നമുക്ക് ശരീരത്തിന് ഹെൽത്തിന് ആവശ്യമുള്ള ഒന്നും തന്നെയില്ല. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇലവർഗ്ഗങ്ങൾ ചൂസ് ചെയ്തത്? കാരണം നമ്മൾ മധുരം ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് വളരെയധികം സ്റ്റിമുലേറ്റ് ആകും. സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പം തന്നെ സിഗ്നൽസ് ബ്രെയിനിലോട്ട് അയക്കും. നല്ല അടിപൊളി ഫുഡൊക്കെ വന്നിട്ടുണ്ട്, നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ബ്രെയിനിൻ്റെ സെറിബ്രൽ കോർട്ടെക്സിൽ ഒരു അടിപൊളി ഫങ്ഷൻ തന്നെ നടക്കും. അവിടെ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡോപ്പാമിൻ്റെ വെടിക്കെട്ടൊക്കെ ഉണ്ടാവും. ഈ ഡോപ്പാമിൻ എന്ന് പറയുന്നത് ഹാപ്പി ഹോർമോൺ ആണ് കേട്ടോ. ഈ ഡോപ്പാമിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷമൊക്കെ തോന്നും. അപ്പോൾ സെറിബ്രൽ കോർട്ടെക്സിൽ നല്ല വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നു, ഡോപ്പാമിൻ്റെ വെടിക്കെട്ടൊക്കെ നടക്കുന്നു. അങ്ങനെ നമ്മൾ വളരെ ഹാപ്പി ആകും. ഇതാണ് ശരിക്കും പറയാൻ സംഭവിക്കുന്നത്. എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അതായത് ഇലവർഗ്ഗങ്ങളിൽ ഈ ഡോപ്പാമിൻ അധികം പ്രൊഡ്യൂസ് ആകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഷുഗർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സന്തോഷം ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൽ നിന്ന് കിട്ടില്ല. കാരണം
കാരണം ബ്രെയിനിൽ ഇതുപോലെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ സെയിം റീസൺ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഷുഗർ അഡിക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. ഇപ്പൊ 2 ദിവസം നമുക്ക് ഷുഗർ അടങ്ങിയിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റും ഇല്ല. നമ്മൾ കാരണം അതിന് വളരെ അധികം അഡിക്റ്റീവ് ആണ്. വേറെ എന്ത് ഡ്രഗ്സ് ആണെങ്കിലും മദ്യമാണെങ്കിലും ഈ സിഗരറ്റ് പോലെയാണ് അതുപോലെ തന്നെ അഡിക്റ്റീവ് ആണ് നമ്മൾ ഷുഗറിന്. കാരണം ഈ ഡോപ്പാമിൻ്റെ അളവ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ, വേറൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഒരു ജോലി സംബന്ധമായിട്ട് വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസം കേട്ടോ. അതായത് ജോലി സംബന്ധമാണെന്നില്ല എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ദിവസം നമ്മൾ വീട്ടിലൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കണം. നമുക്ക് ആവശ്യത്തിന് കുറേ ഒരു വിശപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഹോട്ടലിലോട്ട് ചെന്നപ്പോൾ അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് നല്ല മധുരമുള്ള ഡെസേർട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെസേർട്ടുകൾ മനസ്സിൽ സങ്കല്പിച്ചോളൂ. നല്ല ഡെസേർട്ടുകൾ ഉണ്ട്, ചിലപ്പോൾ ഐസ്ക്രീം ആയിരിക്കാം, കേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മധുരമുള്ള സ്വീറ്റ്സ് ആയിരിക്കാം. ഇനി ഇതൊരു ഭാഗത്തുണ്ട്. അടുത്ത ഭാഗത്ത് ഹെൽത്തി ആയിട്ടുള്ള കുറേ സാലഡുകളുണ്ട്, ബ്രൊക്കോളി സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ വെജിറ്റബിൾസിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഉറപ്പായിട്ടും ഡെസേർട്ട് ഐറ്റംസ് ആയിരിക്കും ചൂസ് ചെയ്യുക. ഇതിനും സെയിം റീസൺ തന്നെയാണ്, അവിടെ ഒരു ഡോപ്പാമിൻ്റെ അളവ്. അപ്പം നമുക്ക് ഹാപ്പി ആകാനായിട്ട് തോന്നും. അതുകൊണ്ടാണ് പൊതുവെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഡിപ്രഷനുള്ള ആൾക്കാർക്ക്, ഒരുപാട് ഷുഗർ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പയ്യെ അവർക്ക് ഡിപ്രഷനിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എപ്പോഴും ഈ ഷുഗർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവരുടെ ഡോപ്പാമിൻ്റെ അളവ് നന്നായിട്ട് പ്രൊഡ്യൂസ് ആവുകയാണ്. ഇനി നമുക്ക് പഞ്ചസാര കാരണം വരുന്ന അസുഖങ്ങൾ നോക്കാം. അപ്പം അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒബേസിറ്റിയാണ്. ഒബേസിറ്റി എന്ന് പറയുന്നത് അമിതവണ്ണം, പൊണ്ണത്തടി കാര്യങ്ങളൊക്കെ, ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് കൂടിയ ഒരു അവസ്ഥ കേട്ടോ, വളരെയധികം വെയിറ്റ് കൂടിയ അവസ്ഥ. ഈ ഒബേസിറ്റിക്ക് പ്രൈമറി കോസ് തന്നെ പഞ്ചസാരയാണ്. കാരണം ഈ പഞ്ചസാരയിൽ ഒന്നാമത് തന്നെ ഇതിന് ശരീരത്തിന് ആവശ്യമുള്ള ഒന്നുമില്ല, കലോറീസ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. 1 ഗ്രാം ഷുഗറിൽ 4 കലോറിയൊക്കെ ആയിട്ടാണ് അടങ്ങിയിട്ടുള്ളത്. ഈ പഞ്ചസാരയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഷുഗർ അബ്സോർബ് ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിൽ പെട്ടെന്ന് ഇത് കയറാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാറ്റ് അബ്സോർപ്ഷൻ കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുകയും അതുകൊണ്ട് ഒബേസിറ്റി ഉണ്ടാകുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ്, ഇൻസുലിൻ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ശരിക്കും പറയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം അവിടെ ഇൻസുലിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇത് സെൽസിലോട്ട് ഇൻസുലിൻ വഴി ഷുഗർ കയറ്റിയാൽ മാത്രമേ നമുക്കത് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് ബ്ലഡ് സ്ട്രീമിലോട്ട് നേരെ തിരിച്ചു പോകും. അത് കാരണം ടൈപ്പ് 2 ഡയബറ്റീസ് മെലൈറ്റസ് വരാനൊക്കെ ആയിട്ട് കാരണമാകുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ഷുഗർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ അത് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺസിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഇൻസുലിൻ പ്രൊഡക്ഷനും അവിടെ എഫക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടുന്നത് കേട്ടോ. ഇനി ഷുഗർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസുകൾ വരാനായിട്ടും കാരണമാകുന്നുണ്ട്. ചാൻസുകൾ വളരെയധികം കൂടുതലാണ് കേട്ടോ. അതെങ്ങനെയാണെന്നറിയോ? ഈ നമ്മൾ ഷുഗർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം ധാരാളമായിട്ട് എടുക്കുമ്പോൾ ഇത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ, അതായത് ആ കുഴലുകളിലും ആർട്ടറീസിലൊക്കെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഇത്ര വലുപ്പമുള്ള ആർട്ടറീസ് ആണെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബ്ലഡ് പോകാനായിട്ട് അധികം സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഇത് നാരോ ആയിട്ട് വരും, അതായത് ചുരുങ്ങി വരും. അപ്പോൾ ചുരുങ്ങി വരുമ്പോൾ ഇത് പിന്നെ ആർത്രോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖങ്ങളിലോട്ട് പോകും. പിന്നെ അതിനുശേഷം സ്ട്രോക്ക് ആവും, ബ്ലോക്കേജ് ഒക്കെ സംഭവിക്കും. അത് കാരണം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാം. ഇനി നെക്സ്റ്റ്, ഇതെങ്ങനെയാണ് സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്നത്? പൊതുവെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഷുഗർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കൂടുകയും അത് കാരണം പിമ്പിൾസ്, വ്രിങ്കിൾസ് എന്ന് പറഞ്ഞാൽ ചുക്കിച്ചുളിഞ്ഞൊക്കെ ഇരിക്കാട്ടോ. കൂടുതലും പ്രായമായവരിലാണ് ഇത് കാണുക. പക്ഷെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വ്രിങ്കിൾസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ തുടങ്ങുന്ന അവസ്ഥ, അതായത് പ്രിമച്വർ ഏജിങ് എന്ന് പറയും. നമ്മൾ നോർമലി ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യുന്നത് ഏജ് എങ്ങനെ റിവേഴ്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അങ്ങനെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് ഈ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര. ഇനി ഇതെങ്ങനെയാണ് ക്യാൻസർ കാര്യങ്ങളെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്? പൊതുവെ ഷുഗർ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ ധാരാളം കൂട്ടാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് പടരുക, അല്ലെങ്കിൽ ടിഷ്യൂസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വളരെയധികം കൂടുക. ഇത് കാരണം ഇത് ക്യാൻസറിനും കാരണമാകുന്നുണ്ട്. പിന്നെ സെക്സ് ലൈഫ്, നമുക്ക് പൊതുവെ ഷുഗർ ഒരുപാട് എടുക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ സെക്സ് ഡ്രൈവ് കുറയാനായിട്ടും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഷുഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ദോഷവശങ്ങളാണുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ അസുഖങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഡയറ്റിൽ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുള്ളത് നോക്കി നോക്കാം. നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും.
എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫസ്റ്റ് ഡേ ശരിക്കും നമ്മൾ ഡയറ്റ് എടുത്ത ആ ഒരു തീരുമാനത്തിൽ നമ്മൾ ശരിക്കും ഖേദിക്കും. നമുക്ക് തോന്നും, ഓ ഡയറ്റ് എടുക്കണ്ടായിരുന്നു, നമ്മളിപ്പോൾ എന്തിനത് ചെയ്ത്, എന്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഡേ നമ്മൾ വളരെയധികം ആ ഒരു തീരുമാനത്തിന് നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ഖേദിക്കും കേട്ടോ. ഇനി സെക്കൻഡ് ഡേ മുതൽ നമ്മുടെ പതിയെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വളരെയധികം ഇമ്പ്രൂവ് ആയിട്ട് വരാനായിട്ട് തുടങ്ങും. ഒരു മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് പയ്യെ എനർജി കാര്യങ്ങളിലൊക്കെ നല്ലൊരു മാറ്റം വരാനായിട്ട് തുടങ്ങും. നമുക്ക് ഇൻഫ്ലമേഷൻ കാര്യങ്ങളൊക്കെ പയ്യെ കുറയാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പയ്യെ ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പയ്യെ ക്രേവിങ്സ് ഒന്നും പിന്നെ ഉണ്ടാവില്ല. പിന്നെ പണ്ടത്തെ പോലെ ഷുഗർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണമെന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പയ്യെ ആ ഒരു തോട്ടൊക്കെ നമുക്ക് ഇല്ലാണ്ടായി വരും. ഒരു 4-5 ദിവസമൊക്കെ ആകുമ്പോൾ ക്രേവിങ്സ് പയ്യെ കുറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ ഉണ്ടാകുന്ന ആ ഒരു ബ്ലോട്ടിങ് അല്ലെങ്കിൽ ആ ഒരു പഫിനെസ് ഒക്കെ പയ്യെ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മീൽസും, അതായത് ഇപ്പോൾ രാവിലത്തേൻ്റെ ഉച്ചക്കത്തിൻ്റെ ഇടയിൽ നമുക്കൊരു വിശപ്പ് വരില്ലേ, അങ്ങനത്തെ ഇടയിൽ സ്നാക്സ് എടുക്കാനായിട്ടൊന്നും നമുക്ക് തോന്നില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ വളരെ ക്ലിയർ ആകാനായിട്ട് തുടങ്ങും. ഇപ്പോൾ പിമ്പിൾസ് കാര്യങ്ങൾ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ പയ്യെ അത് കുറഞ്ഞു വരാനായിട്ട് തുടങ്ങും. ഇൻഫ്ലമേഷൻ കാര്യങ്ങളൊക്കെ കുറയും, വെയിറ്റ് പയ്യെ കുറഞ്ഞു വരും, നമ്മുടെ എനർജി കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൂടിയും വരും. പിന്നെ ഫുഡ് നല്ല ടേസ്റ്റ് ആവാനായിട്ട് തുടങ്ങും. കാരണം നമ്മൾ ഷുഗറൊക്കെ പറയുന്നത് ശരിക്കും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഒരു സ്റ്റിമുലേഷൻ വളരെയധികം കൂടുതലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാനൊക്കെ ആയിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തി ഫുഡ് ഇഷ്ടപ്പെടാനും തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഞ്ചസാര നമ്മുടെ ശരീരത്ത് വരുത്തുന്ന മാറ്റങ്ങൾ. ഇതല്ലാതെ ഒരുപാട് നമ്മുടെ ക്യാരക്ടറിലും വ്യത്യാസം വരുന്നുണ്ട്, നമ്മുടെ ചിന്തയിൽ വ്യത്യാസം വരുന്നുണ്ട്, ബ്രെയിനിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് പഞ്ചസാര എടുക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്നൊക്കെ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പഞ്ചസാരയെ കുറിച്ചുള്ള ദോഷങ്ങളൊക്കെ പറഞ്ഞു ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ ശർക്കര അതുപോലെ തന്നെ തേന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ഡയറ്റിൽ കൂട്ടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഇനി വേറെ വീഡിയോയിൽ പറയാം. ദിസ് ഇസ് ഡോക്ടർ ഇൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.